ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എല്ലാം ശരിയാവുമെന്ന മുദ്രാവാക്യത്തോടെ വി.എസ്. അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ കേരളത്തിന്റെ ഭരണചക്രം വളയ്ക്കാനും തിരിക്കാനും ഒടിക്കാനും ഒക്കെ തുടങ്ങിയത്. അന്ന് ധനമന്ത്രിയായിരുന്നത് തോമസ് ഐസക് ആയിരുന്നു. ഭരണത്തിലേറി വർഷം ഒന്ന് പിന്നിട്ടപ്പോഴേ തോമസ് ഐസക് പറഞ്ഞത് ഈ ഖജനാവ് കാലിയാണ് എന്ന് മാത്രമാണ്. പിന്നീട് അങ്ങോട്ട് പശുവിന് വലിയ ആലയും വലിയ മ്യൂസിക് സിസ്റ്റവും ഒക്കെയായി ലക്ഷങ്ങൾ പൊട്ടിപ്പൊടിക്കുന്നു. അതൊക്കെ കാണുന്ന കാഴ്ചക്കാരായി മാത്രം നമ്മൾ നിൽക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴും പെൻഷൻ പൈസ അത് പെൻഡിങ്ങിൽ അങ്ങനെ കിടന്നു. പിന്നീട് അത് ആരോഗ്യ മേഖല താറുമാറാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോവുകയാണ്. സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കാനും തുടങ്ങി. എന്നാൽ ഇനിയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കട്ടായം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സഭ പോലും നിർത്തിവെച്ചുകൊണ്ടുള്ള പ്രതിസന്ധി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും. ഈ വിഷയത്തിൽ സഭയെ ഇളക്കി മറിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ വലിയ പേപ്പർ കെട്ടുകളുമായി സഭയിൽ അതിരൂക്ഷ വിമർശനം മുഖ്യനും കൂട്ടർക്കും നേരെ അഴിച്ചുവിടുന്നത്. ആ രംഗങ്ങൾ, ഖജനാവിനെ പൊളിച്ചെഴുതുന്ന ആ രംഗങ്ങളെ ഒന്ന് കാണാം. ചെലവും അതുപോലെ തന്നെ ബില്ല് മാറുന്നതും വെട്ടിക്കുറച്ച് കുറുക്കുവഴിയിലൂടെ സമ്പദ്ഘടനയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾ ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇത് മാത്രമല്ല സാർ, ഈ സമയത്ത് നമ്മൾ നേരിടുന്ന നിരവധി ചലഞ്ചസ് ഉണ്ട്. അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന GST റിവിഷൻ സ്വാഭാവികമായിട്ടും 12%, 28% അബോളിഷ് ചെയ്തോടുകൂടി GST വരുമാനത്തിൽ കുറവുണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിലെ ട്രംപ് കൊണ്ട ട്രംപ് താരിഫും അതുപോലെ H1B1 വിസയ്ക്ക് ഫീസ് വർദ്ധിപ്പിച്ചതും ഒക്കെ നമ്മുടെ സമ്പദ്ഘടനയിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഗഹനത്തിലുള്ള ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല സർ. അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇതിന്റെ എല്ലാം കാരണം ധനകാര്യ വകുപ്പിന്റെ പ്രവർത്തനത്തിലെ പോരായ്മകളാണ് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ നിരന്തരം ഇവിടുന്ന് പറയുന്നതാണ്, പ്രത്യേകിച്ച് ബഹുമാന പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് നികുതി പിരിവിൽ സർക്കാരിനുണ്ടാകുന്ന പരാജയം പലയാവർത്തി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള. ഇപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ കാര്യം മാത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ കേരളം സ്വർണത്തിന്റെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. 2020 സ്വർണത്തിൽ ഉണ്ടായിരുന്ന വില ഇപ്പോൾ ഇരട്ടിയായെങ്കിലും സ്വർണത്തിൽ നിന്നും നമ്മൾ പിരിച്ചെടുക്കുന്ന നികുതിയുടെ ഇതിൽ മാത്രം വീണ്ടും അതേപടി നിലനിൽക്കണം. അതിന്റെ അർത്ഥം സ്വർണത്തിന്റെ വിൽപ്പന കുറഞ്ഞു എന്നുള്ളതല്ല, അതിന്റെ അർത്ഥം ഈ നികുതി പിരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ സർക്കാർ ഏറ്റവും കൂടുതൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിഞ്ഞ ബാറുകളാണ്. ബാറുകൾ 177 ഇവർ പുതിയതായി വന്നതിന് ശേഷം തുടങ്ങി. ലിക്കറിന്റെ വിലയും അവർ ധാരാളമായി കൂട്ടി. ബാറിന്റെ നികുതിയുടെ കാര്യത്തിൽ ലിക്കറിന്റെ നികുതിയുടെ കാര്യത്തിൽ സെയിം അവസ്ഥയാണ് സർ. അതായത് ഈ ഇത്രയും ബാറുകൾ എണ്ണം കൂട്ടി നികുതി ലിക്കറിന്റെ വർധനമുണ്ടായി, വില വർദ്ധിപ്പിച്ചു, പക്ഷേ നികുതി പിരിക്കുന്നതിൽ കാര്യക്ഷമമായ കുറവ് നമുക്ക് കാണാൻ. അത് മാത്രം വളരുന്നില്ല. അതിന്റെ അർത്ഥം സർക്കാരിന് കിട്ടുന്നത് കിട്ടുന്നില്ല, ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ്. സാർ, ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ മന്ത്രി പ്രയോഗിച്ച ഏറ്റവും നല്ല വാക്ക് എന്ന് പറയുന്നത് കേരളത്തിന്റെ സമ്പദ്ഘടന ഒരു ടേക്ക് ഓഫിലാണ് എന്ന് പറഞ്ഞു. സാർ, അങ്ങ് ഓർക്കുന്നുണ്ടാവും, വളരെ വലിയൊരു സ്റ്റേറ്റ്മെന്റായി ഘോഷിക്കപ്പെട്ടാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ തന്നെ വകുപ്പ് ഈ കഴിഞ്ഞ ദിവസം ഒരു GST ഫാക്ട് ഷീറ്റ് പുറത്തു കൊണ്ടുവന്നുണ്ട്. സാർ, സാധാരണഗതിയിൽ നമുക്കറിയാം വർഷാവർഷങ്ങളിൽ ഓരോ വർഷവും GST കളക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ വളർച്ചയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന GST ഫാക്ട് ഷീറ്റിന്റെ അടിസ്ഥാനത്തിൽ GST ഗ്രോത്തിൽ, GST വളർച്ചയിൽ 2.52% കുറവ് വന്നിരിക്കുകയാണ് സാർ. 2023-24 GST വളർച്ച 6.59 ആയിരുന്നത് 2024-25 4.07 കുറഞ്ഞുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ GST ഫാക്ട് ഷീറ്റ് പറയാണ്. 2.58% കുറവ്. അപ്പൊ മന്ത്രി പറഞ്ഞ ടേക്ക് ഓഫിനെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ ടേക്ക് ഓഫ് ചെയ്ത മാതിരി ആയപ്പോൾ സംശയമുണ്ട് സാർ. ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ കൂപ്പുത്തി താഴത്തേക്ക് പോരുന്ന സ്ഥിതി ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ഇവിടെ പദ്ധതി ചെലവുകളുടെ പ്രോഗ്രസോ പദ്ധതിയുടെ നിർവഹണത്തിലെ കാര്യക്ഷമത നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ അഗ്രികൾച്ചറിൽ ഇതുവരെ 20% മാത്രമാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ അർബൻ ഡെവലപ്മെന്റ് 23%, സഹകരണ മേഖലയിലാണ് 11%, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ 15.7%, ഇൻഡസ്ട്രി 23%, ഊർജം എന്ന് പറയുന്നത് 0% ആണ് സാർ കാണിക്കുന്നത്. എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് കാണിക്കുന്നതിന്റെ ചെറിയൊരു സൂചനയാണ് സാർ. ഇതിന്റെ എല്ലാം വേദന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഓരോ സെക്ടറിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പരിശോധിച്ചാൽ നമ്മുടെ കേരള സമൂഹത്തിലെ ഏത് വിഭാഗം ജനങ്ങളെയാണ് കഴിഞ്ഞ കാലത്ത് നിങ്ങളുടെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് അവരുടെ അവസ്ഥ ബെറ്റർ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത്?
സാർ നിരന്തരം ഞാൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അങ്ങയോട് സംസാരിച്ചിട്ടുള്ളത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും. അഗ്രികൾച്ചർ സെക്ടറിനെ സംബന്ധിച്ച് അങ്ങ് മിനിസ്റ്ററായി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ പെർഫോമൻസ് അങ്ങ് അറിയും. ഈ പാഡി പ്രൊക്യൂർമെന്റിൽ മാത്രം നിങ്ങൾ 359 കോടി കൊടുക്കാനുണ്ട്. അതുപോലെ വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു റബ്ബറിന്റെ താങ്ങുവില 250 ആക്കുമെന്നുള്ളത്. ഇതുവരെയും അത് സംബന്ധിച്ചുള്ള ഒരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചില്ല. കാർഷിക മേഖലയിൽ ഓരോ വിളകൾ എടുത്തു പറഞ്ഞാൽ എല്ലാവർക്കും നിരാശയാണ്. ഞാൻ അങ്ങയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനായി പലവട്ടം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് വലിയ അംബീഷ്യസ് ആയിട്ട് കിഫ്ബി അടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞത് 14 ആഗ്രോ പാർക്കുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സാർ, ഒരു ആഗ്രോ പാർക്ക് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പുതുതായി വന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ നോക്കണം. ഇനിയിപ്പോ കർഷകരെ വിട്ട് തൊഴിലാളികളിലേക്ക് വന്നാൽ നമ്മൾ പലയാവർത്തി ഇവിടെ പറഞ്ഞിട്ടുള്ള നിരവധി വട്ടം ഉന്നയിച്ചിട്ടുള്ളതാണ്. ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പൈസ പോലും നിങ്ങൾ കൊടുക്കുന്നില്ല, അവർക്ക് ഉള്ള വെൽഫെയർ മെഷേഴ്സ് ഒന്നും തന്നെ എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സർക്കാരിന്റെ താല്പര്യക്കാരായിട്ടുള്ള 256 പേരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയലുമായി പോയപ്പോ അതിനെ ചലഞ്ച് ചെയ്ത് ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ ആദ്യം അവർക്ക് കൊടുത്തു തീർക്കാനുള്ള പൈസ കൊടുത്തു തീർത്തിട്ട് നിങ്ങൾ റെഗുലറൈസേഷൻ അല്ലെങ്കിൽ ജോലി സ്ഥിരപ്പെടുത്താൻ പോയാൽ മതി എന്നുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. പിന്നെ ഗവൺമെന്റ് ജീവനക്കാരുടെ സ്ഥിതിയാണ് സാർ. സ്ഥിരം നമ്മൾ കാണുന്നതാണ് സമരം. DA കുടിശ്ശികയാണെങ്കിലും അവരുടെ മറ്റ് ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയാണെങ്കിലും പേർവിഷൻ ആണെങ്കിലും എല്ലാം ചേർത്ത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയ്ക്ക് അടുക്കെ ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഡൻസി ആണെന്ന് പറയുന്നത് സാർ. ഇനിയിപ്പോ അധ്യാപകരുടെ സ്ഥിതി എന്താണ് സാർ? ഗസ്റ്റ് ലെക്ചേഴ്സിനുള്ള പൈസ നിങ്ങൾ കോളേജിലെ സമയാസമയത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് 1 വർഷം പഠിപ്പിച്ചിട്ട് 1 വർഷം 1 രൂപ പോലും കിട്ടാതെ അവർ പഠിപ്പിക്കേണ്ടി വരികയാണ് സാർ. ഇനിയിപ്പോ ടീച്ചേഴ്സിന്റെ അവസ്ഥ അതാണെങ്കിൽ കുട്ടികളുടെ അവസ്ഥയിലേക്ക് വന്നാൽ കുട്ടികളുടെ സ്ഥിതിയിൽ ഏറ്റവും അവസാനം നമുക്ക് ഈ സർക്കാരിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ പാകത്തിന് പറയാൻ കഴിയുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു കേസ് ഒരു കുട്ടി കൊടുത്തു. ആ കുട്ടിക്ക് PhD ചെയ്യുന്നതിനുള്ള സർക്കാർ ഗ്രാന്റ് കാലങ്ങളായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന എങ്ങനെയാണെന്ന് അറിയാം സാർ. VCയും രജിസ്ട്രാറും ഇനി ശമ്പളം വാങ്ങുന്നത് ഈ PhD ഗ്രാന്റ് കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞു. സാർ, ഇതിനേക്കാളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത്, വിഷമം തോന്നിയത്, പലയാവർത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ നിസ്സാരമായി കാണുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സാർ ഈ SC/ST വിഭാഗങ്ങൾക്കുള്ള ഗ്രാന്റ്. ഇത്രയും സർക്കാരുകൾ ഉണ്ടായിട്ട്, ഇത്രയും കാലങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ അവരുടെ ആനുകൂല്യങ്ങളിൽ കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചരിത്രത്തിൽ ആദ്യമായി അവർക്കുള്ള ആനുകൂല്യങ്ങളുടെ മേൽ കൈവച്ച സർക്കാർ എന്ന ഖ്യാതിയാണ് സാർ നിങ്ങൾ നേടിയിരിക്കുന്നത്. ഇന്ന് ഈ ഗ്രാന്റ്സ് കൊടുക്കാത്തതിന്റെ പേരിൽ, കിട്ടാത്തതിന്റെ പേരിൽ, കോളേജിൽ നൽകാത്തതിന്റെ പേരിൽ പല SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഹരാസ് ചെയ്യപ്പെടുകയാണ് സാർ. ഹരാസ് ചെയ്യപ്പെട്ടവര് പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി ഉണ്ടാവുകയാണ്. അത് മാത്രമാണ് സാർ, നിങ്ങൾ അവർക്ക് നൽകിയിരുന്ന മെഡല് അവർക്ക് നിഷേധിച്ചില്ലേ സാർ? അതായത് എനിക്ക് ഓർത്തു പോകുന്നത് ഏറ്റവും മികച്ച വിജയം നേടുന്ന ഫുൾ A+ വാങ്ങി ജയിച്ചിരുന്ന കുട്ടികൾക്ക് കാലാകാലങ്ങളായി നൽകിയിരുന്ന ഒരു മെഡൽ ഉണ്ടായിരുന്നു സാർ. 1/2 പവൻ അവർക്ക് കൊടുക്കുമായിരുന്നു സാർ. അതൊരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു. ഏതാണ്ട് അതിനെ സംബന്ധിച്ച് ഇപ്പൊ ഏറ്റവും ഒടുവിലായി വന്നൊരു വാർത്തയാണ് സാർ. 1/2 പവൻ മെഡലും കാത്ത് 20,000 പട്ടികജാതി വിദ്യാർത്ഥികൾ. നിങ്ങൾ 2010 മുതൽ ഇത് വേണ്ടെന്ന് വെച്ചു സാർ, അത് കൊടുക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നു, ഇപ്പോ അവരുടെ SC/ST വിഭാഗങ്ങളുടെ 10,000 പവനാണ് അങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയോ അവരുടെ തട്ടിയെടുക്കുകയോ? 1, 2 അല്ല, 10,000 പവൻ. 20,000 കുട്ടികൾക്ക് 1/2 പവൻ വെച്ച് കിട്ടേണ്ടിയിരുന്ന നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ അവരിൽ നിന്ന് കവർന്നെടുക്കുകയാണ് സാർ. ഞാൻ ഓർത്തു പോകുന്നു, ഇന്ന് കടമനിട്ട കവിത എഴുതുന്ന സമയമായിരുന്നെങ്കിൽ അദ്ദേഹം എഴുതിയ പോലെ, നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു എന്നെഴുതിയ അതേ പേന കൊണ്ട് നിങ്ങൾ അവരുടെ ഇറ്റു സ്വർണം കവർന്നെടുക്കുന്നു എന്ന് നിങ്ങൾ നോക്കി ചോദിക്കാറ് സാർ. കാരണം 10,000 പവൻ സ്വർണം നിങ്ങൾ അവരുടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല സാർ, മികച്ച പ്രതിഭാശാലികളായ കുട്ടികൾക്ക്, യുവജനോത്സവത്തിൽ ജയിക്കുന്ന കുട്ടികൾക്ക് 10,000 രൂപ ഗ്രാന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു സാർ. അത് കഴിഞ്ഞ പ്രതിഭകൾ കൊടുക്കുന്ന 10,000 രൂപ ഗ്രാന്റ് 2019 കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അതിന്റെ അപേക്ഷ പോലും വാങ്ങുന്നില്ല സാർ. അപേക്ഷിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർക്കുള്ളത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിനും ചെലവിനും ഒരു മയവും ഒരു മടിയുമില്ല സാർ. അതിനെ സംബന്ധിച്ച് പിന്നാലെ വരുന്നവർ സംസാരിക്കുമെന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ ബഹുമാനായ വ്യവസായ മന്ത്രി ഇവിടെ ഇല്ല, ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇവിടെ ഉണ്ട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഇവരെല്ലാവരും കഴിഞ്ഞ കുറെ കാലമായി ഞങ്ങൾ നിയമസഭയിൽ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന താമരപത്രം ഏറ്റുവാങ്ങി അതിനെ ഉയർത്തി കാണിക്കുന്ന ഒരു സർക്കാരിനെയും മന്ത്രിമാരെയാണ് ഞങ്ങൾ ഇവിടെ കാണാറ്. അപ്പൊ ഈ അടുത്തിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ C&AG റിപ്പോർട്ട്, സ്റ്റേറ്റ് ഫിനാൻസസ് 22-23 എന്ന് പറഞ്ഞ ഒരു റീസെന്റ് ആയിട്ട് ഇത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ ദിവസം ഇവിടെ കടന്ന് തർക്കിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. കേരളം നമ്പർ 1 ആണ്, കേരളം ടോപ്പ് അച്ചീവറിലാണ്, കേരളം അച്ചീവറിലാണ്, ബാക്കി എല്ലാവരും ആസ്പിറേഷണൽ കാറ്റഗറി മാത്രമാണ് എന്ന് പറഞ്ഞ് വ്യവസായ മന്ത്രി ഞങ്ങൾ തമ്മിൽ വലിയ തർക്കം ഉണ്ടായി.
സാർ ഇപ്പോ വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഫിനാൻസിന്റെ കാര്യത്തില് കേരളത്തിന്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആസ്പിറേഷനിലാണെന്ന് മാത്രമല്ല സാർ, അവർ പറഞ്ഞിരിക്കുന്നത് നിരവധി കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പിന്നിലാണ് എന്നുള്ള കണക്ക് വരികയാണ് സാർ. ആ കണക്ക് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് ഈ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിന്റെ കടം 2015-16 1,60,62,272 കോടിയായിരുന്നത് ഏകദേശം 3 ഇരട്ടിയിലേക്ക് നിങ്ങൾ വർദ്ധിപ്പിച്ചു കേവലം ഈ 10 വർഷം കൊണ്ട്. ഇപ്പോ നിൽക്കുന്നത് 4,26,020 കോടിയിലാണ്. ഈ ഇത്രയും പണം നിങ്ങൾ കടമായി വാങ്ങിയപ്പോഴും ഇവിടെ പറയുന്നത് മേജർ വർക്ക്സ് എന്ന് പറയുന്ന പ്രധാന ഡെവലപ്മെന്റ് നടക്കുന്ന പ്രോജക്ട്സിനെ അസസ് ചെയ്താൽ കേരളം നിൽക്കുന്നത്, അത് ഞാൻ പറയുന്നതല്ല സാർ, ഇത് അങ്ങ് ഈ താമ്രപത്രം കൂടി നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റെടുക്കണം. അതിന്റെ 4.12 മേജർ വർക്ക്സിന്റെ കാറ്റഗറിയിൽ കേരളം 28ാമത്തെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് സാർ. അതായത് ഈ സർക്കാർ ഉണ്ടാക്കുന്ന പണം കൊണ്ട് ഇവിടത്തെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതല്ലാതെ വികസനം എന്നത് നടക്കുന്നില്ല എന്നും വികസന പ്രക്രിയ ഇല്ല എന്നും കേന്ദ്ര സർക്കാർ തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സാർ. ഞാൻ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരു വെച്ചത് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ ഞെരിച്ചു കൊന്ന ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല സാർ. ഈ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞ് ഇതിനെല്ലാം വലിയ രീതിയിൽ എടുത്തു പറഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് ഒരു വഴിക്കൂടെ പറയുമ്പോൾ മറുവഴിയിലൂടെ അവർക്കുള്ള ഗ്രാൻഡും അവർക്കുള്ള അലോക്കേഷനും വെട്ടിക്കുറയ്ക്കുകയാണ് സാർ. കഴിഞ്ഞ വർഷം പദ്ധതികളിൽ 50% കുറവ്, 50% വെട്ടിക്കുറയ്ക്കാനുള്ള ഉത്തരവ് നേരിട്ടിറക്കിയാണ് വെട്ടിക്കുറച്ചതെങ്കിൽ ഇപ്പോ പറയാതെ പറഞ്ഞ് ഇവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ ഇഴയുന്നതിന്റെ കാരണം അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു ഫെയർനെസ് എന്ന് പറഞ്ഞൊരു കാര്യം, നമ്മൾ ഏതൊരു ഗവേണൻസ്, ഗുഡ് ഗവേണൻസ് ഒക്കെ പോട്ടെ, ഗുഡ് ഗവേണൻസ് ഒക്കെ മാറ്റി വെച്ചാൽ പോലും ഒരു എത്തിക്കൽ ഗവേണൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. ആ എത്തിക്കൽ ഗവേണൻസിൽ ഒരു സർക്കാർ ഹോണസ്റ്റായും സത്യസന്ധമായും പെരുമാറുക എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ കാലങ്ങളായി കണ്ടുവരുന്ന ഒരു കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പണം, ആ പണം ഒരുപക്ഷെ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ആ സമയത്ത് കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എങ്കിൽ, ഏതെങ്കിലും 10%, 20% ചെലവഴിക്കാൻ കഴിയാതെ പണം കൊടുക്കാത്ത വന്നാൽ അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു സാർ. അതിന്റെ അർത്ഥം അടുത്ത വർഷം ആ പൈസ ചെലവഴിച്ചാൽ സർക്കാർ തരുമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയൊരു ഇൻട്രഡക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്, ഈ സ്പിൽ ഓവർ ഉണ്ടെങ്കിലും അത് അടുത്ത വർഷത്തെ പൈസയിൽ നിന്ന് ചെലവഴിക്കണമെന്നാണ് സാർ പറയുന്നത്. സാർ, കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ്, അതല്ലാതെ ഇവരുടെ ആരുടെ ഔദാര്യമല്ല. ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളതാണ് ഈ ഡെവല്യൂഷൻ ഓഫ് ഫണ്ട്സ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്നും സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളൂ. കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ വർഷത്തെ പൈസ കൊടുക്കാതെ ആ സ്പിൽ ഓവർ അടുത്ത വർഷത്തിൽ നിന്ന് നിങ്ങൾ കുറവ് വരുത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ പൈസ നിങ്ങൾ കട്ട് ചെയ്ത് ഇല്ലാതാക്കി എന്നുള്ള. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൈസ ഒന്നിനു പിറകെ ഒന്നായി കട്ട് ചെയ്ത് ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി നിർവഹണത്തിൽ അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയോടെ കൊണ്ടുവന്നത്. കാരണം അതുപോലെ അവസാനം കണ്ട മറ്റൊരു പ്രക്രിയ, എപ്പോഴും എന്തിനാണ് സാർ ഇതുപോലുള്ള കള്ളത്തരം നമ്മൾ കാണിക്കുന്നത്? യഥാർത്ഥത്തില് വെള്ളമില്ലാത്തിടത്ത് മുങ്ങിച്ചാവാൻ പറയുന്ന പോലെയാണ് പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളോട് ഇവർ ചെയ്യുന്നത്. അതായത് അവർ പറയും ഈ അലൊക്കേഷൻ പേപ്പറിലാക്കാൻ വേണ്ടി ഈ മാർച്ച് മാസത്തിലെ ലാസ്റ്റ് ഡേ അലോക്കേഷൻ വെക്കും, ലാസ്റ്റ് ഡേ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് പേപ്പർ വെക്കും. അതേസമയം ട്രഷറി ബാൻ അതേ മന്ത്രി അടുത്ത കൈ കൊണ്ട് എഴുതി പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു വിശന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്നവന്റെ കൈ രണ്ടും പുറകെ കെട്ടിയിട്ട് ബിരിയാണി മുമ്പിൽ വിളമ്പി വെച്ചിട്ട് എടുത്തോണ്ട് പോകുമ്പോഴാണ് സാർ ഈ ധനവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ കടലാസിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവർ പിന്നോക്കം കൊണ്ടുപോവാണ് സാർ. ഞാൻ പറയുന്ന സമസ്ത മേഖലയിലും ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട്, ഈ സർക്കാരിന്റെ ധൂർത്ത് കൊണ്ട്, ഈ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട്, ഈ സർക്കാരിന്റെ നികുതി പിരിവിലെ പരാജയം കൊണ്ട് സാധാരണക്കാരാണ് സാർ പ്രയാസപ്പെടുന്നത്. സാർ, ഏറ്റവും ഒടുവിലെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന സ്ഥിതി എന്താണ് സാർ? ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത് മരുന്ന് സപ്ലൈ നിരവധി കമ്പനികൾ നിർത്തി. അത് കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നു, ഉപകരണങ്ങൾ സപ്ലൈ ചെയ്തിരുന്ന കമ്പനി ഉപകരണ സപ്ലൈ നിർത്തുകയാണ് എന്ന്. ഹൃദയരോഗവുമായി ബന്ധപ്പെട്ട് ഹൃദയരോഗത്തിന് ചികിത്സ നടത്തേണ്ട അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്തേണ്ട, അതിന് വെക്കേണ്ട ഉപകരണങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ ഹൃദയമിടിപ്പ് നിന്നാള് മരിക്കാൻ പോവുകയാണ് സാർ. എന്നിട്ടും ഈ സർക്കാർ ഹൃദയമില്ലാത്ത ഒരു സർക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന നിലയിലാണ് സാർ മുമ്പോട്ട് പോകുന്നത്. പാവപ്പെട്ടവന്റെ
സാധാരണക്കാരന്റെ അവസ്ഥയിൽ ഇത്രയും ഹൃദയമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഇന്നൊരു ഹൃദയ ദിനത്തിൽ ഞങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സാധാരണക്കാരന് വേണ്ടി ഹൃദയമുള്ള ഒരു സർക്കാരായി നിങ്ങൾ മാറാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ഈ സർക്കാരിനെതിരെയുള്ള ജനരോഷം ആഞ്ഞടിച്ച് നിങ്ങളുടെ നാളുകൾ അതിവിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായി